إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചി എന്ന ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം അയാളുടെ ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ഉറൂസ് സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഒഴുകിയെത്തുകയുമുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ സംവിധാനം അവിടെ കെട്ടി ഉയർത്തിക്കൊണ്ട് അതിലേക്ക് വരുമാനം സംഭരിക്കാൻ ആവശ്യമായ എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ അകത്ത് ഉള്ള ഒരു വലിയൊരു സംവിധാനമാണ് രണ്ട് കൊടിമരങ്ങൾ. ഒന്ന് മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിലും അടുത്തത് റിഫായി ഷേഖിന്റെ പേരിലും. ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിലുള്ള നടത്തം സഫമറവുകൾക്കിടയിലുള്ള നടത്തേക്കാൾ ഉത്തമമാണ് എന്നൊരു വിദ്വാൻ തട്ടിവിട്ടു. ഇത്തരം വിദഗ്ധ വാദങ്ങൾ, അടിസ്ഥാനമില്ലാത്ത യുക്തിരഹിതമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ഇതിനെയൊന്നും ആരും എതിർത്തു കാണുന്നില്ല. സങ്കടകരം എന്നേ പറയാനുള്ളൂ. നോക്കൂ നിങ്ങൾ, അത് മാത്രമല്ല, അവിടെ വരുന്ന ഈ ഭക്തജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഷിഫാവ് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു കുളത്തിലെ ഒരു വെള്ളമാണ്. നാം അത് കൃത്യമായി നോക്കുകയാണെങ്കിൽ അങ്ങേറ്റം ഒരു മലിനജലമാണ്. അതാണ് വലിയൊരു വിശിഷ്ട ജലമായി പല രോഗത്തിനുള്ള ശിഫയായി കൊടുക്കുന്നത്. ഒന്നും അറിയില്ല എന്താണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യമെന്ന് അല്ലാഹുവിന് മാത്രം അറിയാം. ഇത്തരം സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുമാനമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിന്റെയൊക്കെ പിന്നിലുള്ളൂ. അല്ലാഹുവിനെ ഭയപ്പെടണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടും അവിടം സന്ദർശിക്കുന്നവരോടും നമുക്ക് പറയാനുള്ളൂ. ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ സൂഫി ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഒരു സംവിധാനത്തിന്റെ തുടർച്ചയാണ്. അത് നാം നിരന്തരം പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.